എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസായ രണ്ടാമത്തെ മലയാള സിനിമയാണല്ലോ ബസൂക്ക. ഡീനോ ഡെന്നീസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ നായകനാക്കി കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ മലയാളത്തിലെ ഏറ്റവും പുതിയ എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക്ക. നിലവിൽ 8 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 8-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 8 ദിവസം കൊണ്ട് ബസൂക്ക എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ 12 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ കളക്ഷനോടെ ആദ്യ 8 ദിവസം കൊണ്ട് ചിത്രം 24 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം നസ്ലിൻ നായകനെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഖാലിദ് റഹ്മാൻ സംവിധാനിച്ചത് നസ്ലിനെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് ആലപ്പുഴ ജിംഖാന. 8-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.32 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ആദ്യ 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 22.58 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആകെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും 40 കോടിയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടെ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ബേസിൽ ജോസഫ് നായകനെത്തിയ മരണമാസം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് വെച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ മരണമാസ്. 8-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 68 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 8 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 8.28 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം മരണമാസം സിനിമയുടെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 13 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബേസിൽ ജോസഫ് നായകനെത്തിയ മരണമാസം സിനിമയ്ക്ക് മികച്ച ഹോൾഡാണ് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ തമിഴിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ തലാജിത്ത് നായകനെത്തിയ ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിന്റെ 8-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3.83 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 193 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 8-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. തലജിത്ത് നായകനെത്തിയ സിനിമകളിൽ വെച്ച് അതിവേഗത്തിൽ 200 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ ഗുഡ് ബാഡ് അഗ്ലി മാറിയിരിക്കുകയാണ്. അതേസമയം ആ 200 കോടിയിൽ 120 കോടി രൂപയും ചിത്രത്തിലെ തമിഴ്നാട്ടിലെ ഗ്രോസ് കളക്ഷനാണ്. അങ്ങനെ ചിത്രം വലിയ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ മാസം ഈദ് പ്രമാണിച്ച് മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ മലയാളത്തിൽ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എമ്പുരാൻ. 22-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 22 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 85.70 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 262 കോടി 263 കോടി റേഞ്ചിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ OTT അവകാശങ്ങളിൽ തന്നെ വിറ്റുപോയിരിക്കുകയാണ്. അതുപ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം അടുത്ത ആഴ്ച ഏപ്രിൽ മാസം 24-ാം തീയതി മലയാളം അടക്കമുള്ള വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കൂ എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.